ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മൾ വീണ്ടും നമ്മുടെ ട്രേഡിംഗ് സീരീസിന്റെ അടുത്ത എപ്പിസോഡുമായിട്ട് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് ട്രയാങ്കിൾ പാറ്റേൺസ് ആണ് അല്ലേ. നമ്മൾ അസെൻഡിങ് ട്രയാങ്കിൾ പറഞ്ഞു, ഡിസെൻഡിങ് ട്രയാങ്കിൾ പറഞ്ഞു, അതുപോലെ സിമെട്രിക് ട്രയാങ്കിളും പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് തന്നെ ഒരുപാട് ആൾക്കാർ ട്രേഡ് എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ ട്രേഡ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, അതിൻ്റെ പ്രോഫിറ്റ് കാർഡ്സും ഫീഡ്ബാക്സും എല്ലാം തന്നെ ടെലഗ്രാമിൽ എനിക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ മോഡറേറ്ററിൻ്റെ ടെലഗ്രാം ഐ ഡി ഞാൻ താഴെ കൊടുക്കാം. അതിലൂടെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീഡ്ബാക്സും അതുപോലെ തന്നെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടുത്ത വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ടെങ്കിൽ അതും എല്ലാ സജഷനും കാര്യങ്ങളും പറയാം. മോഡറേറ്റർ എനിക്ക് അയച്ചാൽ ഞാൻ എന്ത് ചെയ്യും, അത് അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തും അതിൻ്റെ ഫീഡ്ബാക്ക്. ഓക്കെ, ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ പാറ്റേൺസിൻ്റെ എല്ലാം ആക്യുറസി എത്രയാണ് എന്നുള്ള കാര്യം. നിങ്ങളുടെ കാര്യം മനസ്സിലാക്കുക, ഇത് നമ്മുടെ സിഗ്നൽസോ കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾക്കറിയാം, നമുക്ക് VIP ട്രേഡിംഗ് ചാനലുണ്ട്, അതിൽ VIP സിഗ്നൽസും ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ആക്യുറസി കാര്യങ്ങളെല്ലാം ചോദിക്കാം. കാരണം അത് നമ്മൾ കൊടുക്കുന്ന സിഗ്നൽസിൻ്റെ എണ്ണത്തിനും ക്വാളിറ്റിയും അനുസരിച്ചാണ്. പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് പാറ്റേൺസിൻ്റെ ആക്യുറസിയും മാറും. ചിലപ്പോൾ ഇതുപോലെ പാറ്റേൺ പ്രിന്റ് ചെയ്ത് അന്ധമായിട്ട് വിശ്വസിച്ച് നിങ്ങൾ ട്രേഡ് എടുക്കാൻ പാടില്ല. ഇതുപോലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ഈ ഒരു ബ്രേക്ക്ഔട്ട് കിട്ടി അതിനുശേഷം 1-2 ക്യാൻഡിൽ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് മാത്രം ട്രേഡുകൾ എടുക്കുക. അല്ലാതെ ചാടി കയറി ട്രേഡ് എടുത്ത് ലോസ് ഉണ്ടാക്കരുത്. സ്റ്റോപ്പ് ലോസും കൃത്യമായിട്ട് വെച്ചിരിക്കണം. അത് ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ആ ഒരു കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. നമ്മുടെ വീഡിയോ തന്നെ നമ്മൾ കവർ ചെയ്തു പോയ സപ്പോർട്ടും റെസിസ്റ്റൻസും എന്ന വളരെ ബേസിക് ആയ കോൺസെപ്റ്റ് കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ, ഏറ്റവും കൂടുതൽ ആൾക്കാരെ സഹായിക്കുന്ന, ട്രേഡ് എടുക്കാൻ സഹായിക്കുന്ന, അടുത്ത ഡിറക്ഷൻ എങ്ങോട്ടൊക്കെ ആയിരിക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് ചാർട്ട് പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ. പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്തതായിട്ട് പ്രൈസ് എങ്ങോട്ടേക്ക് പോകുമെന്ന് ചാർട്ട് നമുക്ക് കാണിച്ചു തരും. പ്രൈസ് ആക്ഷൻ വെച്ചുകൊണ്ട് തന്നെ ഒരുപാട് ട്രേഡുകൾ നമുക്ക് ഈസിലി എടുക്കാൻ പറ്റും. അത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, എന്ന് വെച്ച് അതുമാത്രം ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്യാൻ പാടുണ്ടോ? അതിനാണ് മൾട്ടിപ്പിൾ ടൈം ഫ്രെയിംസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് കമൻസ് ഞാൻ കണ്ടു, ഏത് ടൈം ഫ്രെയിമാണ് ഏറ്റവും നല്ലത് എന്നുള്ള കാര്യം. ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കവർ ചെയ്ത ഒരു ട്രയാങ്കിൾ പാറ്റേൺ ഫോം ചെയ്തു എന്ന് വിചാരിക്കുക ഈ ഒരു ചാർട്ടിൽ. ഓക്കെ, അപ്പോൾ അത് ഏത് ടൈം ഫ്രെയിമിൽ ഫോം ചെയ്താലാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്? അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ബിഗ്ഗർ ദ ടൈം ഫ്രെയിം ബെറ്റർ ദ റിസൾട്ട് എന്നാണ് ഇതിന് ഉത്തരം. എത്ര വലിയ ടൈം ഫ്രെയിം, ഇപ്പോൾ 1 അവർ 4 അവർ 1 ഡേ ടൈം ഫ്രെയിമിലൊക്കെ പ്രിൻ്റ് ആയി വരികയാണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, നിങ്ങൾ 1 ഡേ ടൈം ഫ്രെയിമിൽ ഒരു ട്രയാങ്കുലർ പാറ്റേൺ കാണുകയാണത് ഏതോ ആയിക്കോട്ടെ, അസെൻഡിങ് ആയിക്കോട്ടെ ഡിസെൻഡിങ് ആയിക്കോട്ടെ, ഏത് പാറ്റേൺ ആണോ ആ ഡയറക്ഷനിലേക്കാണല്ലോ ട്രേഡ് എടുക്കുക. ആ കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അത് നിങ്ങൾ എത്രത്തോളം വലിയ ടൈം ഫ്രെയിമിൽ കാണുന്നു അത്രയും സക്സസ് റേറ്റ് കൂടും. ഓക്കെ, നിങ്ങളിപ്പോൾ 5 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് കാണുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, ഒരു ഫേക്ക് ഔട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു മാനിപ്പുലേഷനോ ആയേക്കാം. അതിനുശേഷം എന്ത് ചെയ്യും, നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് കണ്ട് ചെയ്തേക്കാം. അപ്പം നിങ്ങൾ മിനിമം ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ചാർട്ട് ഫോം ആവുന്നുണ്ട്, ചാർട്ടിൽ ആ പാറ്റേൺ കാണുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ, 5 മിനിറ്റിലോ 1 മിനിറ്റിലോ ഒന്നും ട്രേഡ് ചെയ്യരുത്. ഓക്കെ, ചെയ്യാം, പക്ഷേ അത് അത്രത്തോളം റിസ്ക്കിയാണ്. സ്കാൽപ്പുകൾ മാത്രം എടുക്കാൻ പറ്റും, പക്ഷേ അതിന് ബാക്കിയുള്ള സ്ട്രാറ്റജീസും കൂടെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കൃത്യമായിട്ട് സപ്പോർട്ടിൽ വന്ന് ബൗൺസ് കിട്ടുകയാണ്, അതിനോടൊപ്പം തന്നെ ഈ ഒരു പാറ്റേൺ ഫോം ആവുകയാണ് എന്നൊക്കെ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ഫുൾഫിൽ ആയാൽ മാത്രം എന്ത് ചെയ്യുക, അതുപോലുള്ള സ്കാൽപ്പ് ട്രേഡ്, റിസ്കി ട്രേഡുകൾ എടുക്കുക. അല്ലാതെ 1 അവർ 4 അവർ അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ടൈം ഫ്രെയിമിൽ സെയിം പാറ്റേൺ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു സേഫ് ട്രേഡാണ്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് എടുക്കാം. അവിടെ നിങ്ങൾ ഇതുപോലെ സപ്പോർട്ടാണോ റെസിസ്റ്റൻസ് ആണോ, കൃത്യമായ റെസിസ്റ്റൻസ് ലെവലിലാണോ നിൽക്കുന്നത്, അത് ബ്രേക്ക് ചെയ്തെന്നൊക്കെ നോക്കണം. സപ്പോർട്ട് റെസിസ്റ്റൻസും എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ആ ലെവൽസ് എപ്പോഴും നോക്കി വെച്ചിരിക്കണം. അടുത്ത ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് അടുത്ത സപ്പോർട്ട് എവിടെയാണ്, അല്ലെങ്കിൽ ഇവിടെ നിലവിലെ പ്രൈസ് ഏത് റെസിസ്റ്റൻസിലാണ് നിൽക്കുന്നത്, അത് ബ്രേക്ക് ചെയ്ത് എവിടം വരെ പോയേക്കാം. അത് ബ്രേക്ക് ചെയ്തില്ല, ഇൻവാലിഡ് ആയി താഴത്തേക്ക് വരികയാണെങ്കിൽ എവിടെ വരെ വരാം, അടുത്ത സപ്പോർട്ട് ഏതാണ്, ഇതൊക്കെ നോക്കണം. എന്നിട്ട് മാത്രം ഈ പറയുന്ന ചാർട്ട് പാറ്റേൺസ് യൂസ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, സിമ്പിളാണ്, വലിയ കോംപ്ലിക്കേറ്റഡ് ഉള്ള കാര്യങ്ങളൊന്നും പഠിക്കേണ്ട. ഈ സപ്പോർട്ടും റെസിസ്റ്റൻസും ചാർട്ട് പാറ്റേൺസും മാത്രം പഠിച്ചാൽ പോലും ട്രേഡ് എടുക്കാൻ പറ്റും. ഓക്കെ, അല്ലാതെ വലിയ വലിയ കോൺസെപ്റ്റിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല. അത് അറിയുകയാണെങ്കിൽ അത്രയും നല്ലത്. അത് നമുക്ക് എന്തായാലും ഈ ഒരു ട്രേഡിംഗ് സീരീസ് തന്നെ നമ്മൾ പഠിക്കും. പക്ഷേ ഈ ബേസിക് ആയിട്ടുള്ള കാര്യം അറിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ട്രേഡ്സ് എടുക്കാൻ പറ്റും. കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ട്രേഡ് കാണിച്ചു തന്നു, ഈ വീഡിയോയിൽ ഞാനൊരു ട്രേഡ് കാണിച്ചു തരാം. ഞാൻ എടുത്ത ട്രേഡ് ഓക്കെ, സിമ്പിളായിട്ടുള്ള ചാർട്ട് പാറ്റേൺ മാത്രം യൂസ് ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇനി ബാക്കിയുള്ള ചാർട്ട് പാറ്റേൺസ് ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എത്ര വലിയ ടൈം ഫ്രെയിമിൽ ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോ അത്രത്തോളം ആ ഒരു സക്സസ് റേറ്റ് കൂടും. ഓക്കെ, അല്ല ഇത്രത്തോളം സക്സസ് റേറ്റ് ആണ്, ഇത്രത്തോളം സക്സസ് ആവും, ഇത്രത്തോളം ഫെയിൽ ആവും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഓക്കെ, ആ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി കൃത്യമായിട്ട് റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്ത് വേണം ട്രേഡ് ചെയ്യാൻ. അല്ലാതെ നിങ്ങളുടെ മുഴുവൻ ക്യാപിറ്റലും ഈ ഒരു ചാർട്ട് പാറ്റേൺ കാണുമ്പോഴത്തേക്കും അതിലേക്ക് ഇട്ട് ട്രേഡ് എടുക്കരുത്. ഹൈ ലെവറേജും മാർജിനും എല്ലാം നിങ്ങൾ മാനേജ് ചെയ്യണം. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞു വന്നുകൊണ്ട് തന്നെ വീണ്ടും പറഞ്ഞ് സമയം കളയുന്നില്ല. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് ഹെഡ് ആൻഡ് ഷോൾഡർ, അതുപോലെ തന്നെ ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ, ഈ 2 പാറ്റേൺസ് ആണ്. ഓക്കെ, അപ്പോൾ അത് തന്നെ എന്താണ് ഈ ഹെഡ് ആൻഡ് ഷോൾഡർ എന്നുള്ള കാര്യം നോക്കാം. സിമ്പിളാണ്. ഹെഡ് ആൻഡ് ഷോൾഡർ പേരിൽ പറയുന്നത് പോലെ തന്നെ
നമുക്ക് ഒരു തലയും 2 ഷോൾഡറുകളും ലെഫ്റ്റും റൈറ്റും ഷോൾഡറുകളും കാണാൻ പറ്റും. നിങ്ങൾ നമ്മുടെ ബോഡി തന്നെ ആലോചിച്ച് നോക്കുക. നമ്മുടെ ഹെഡ് ഉണ്ട്, അത് കുറച്ച് ഉയർന്നിട്ടാണ് നിൽക്കുന്നത്. അതിന് തൊട്ട് താഴെ നമ്മുടെ ലെഫ്റ്റ് ഷോൾഡർ ഉണ്ട്, കൈയിൻ്റെ ഷോൾഡർ ഉണ്ട്, റൈറ്റ് ഹാൻഡിൻ്റെ ഷോൾഡർ തൊട്ട് താഴെ ഉണ്ട്, 2 സൈഡിലായിട്ടും. ഇതൊരാളായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. ഇതൊരു തലയാണ്, ഇത് 2 കൈകളുടെ ഷോൾഡറാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ഒരു പാറ്റേൺ ഫോം ചെയ്യുകയാണെങ്കിൽ എന്താണ് അടുത്തത് നടക്കുക എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് മുൻപായിട്ട് ഇത് ചാർട്ടിൽ ഫോം ആയത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എല്ലാ പാറ്റേണും ഞാൻ കാണിക്കുന്നില്ല എന്ന കാര്യം മനസ്സിലാക്കുക. ഏതെങ്കിലും ഒരു കോൺസെപ്റ്റിന്റെ സിംഗിൾ ചാർട്ട് മാത്രമേ ഞാൻ കാണിക്കൂ. രണ്ടും കൂടെ കാണിച്ചു കഴിഞ്ഞാൽ വളരെ ലെങ്ത് ആയി പോകും വീഡിയോ. അതുകൊണ്ട് തന്നെ മാക്സിമം ഒരു പാറ്റേൺ മാത്രമാണ് ഞാൻ കാണിച്ചു തരാം. ഹെഡ് ആൻഡ് ഷോൾഡർ ആണെങ്കിൽ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ, ഇൻവേഴ്സ് കാണിക്കില്ല, ഹെഡ് ആൻഡ് ഷോൾഡർ മാത്രം. എല്ലാം ഒരു കോൺസെപ്റ്റിന്റെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹെഡ് ആൻഡ് ഷോൾഡറിന്റെ ഓപ്പോസിറ്റ് ആണ് ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ. ഓക്കെ, നമ്മൾ ട്രയാങ്കിളിലും പറഞ്ഞ 2 കോൺസെപ്റ്റ് എങ്ങനെയാണ്? അസെൻഡിങ് ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് ആണല്ലോ ഡിസെൻഡിങ് ട്രയാങ്കിൾ. അതുപോലെ തന്നെ ഓരോന്നിന്റെ ഓപ്പോസിറ്റ് ആണ് അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഒന്നിന്റെ ഒരു ചാർട്ട് മാത്രം കാണിക്കാം, അതിൻ്റെ ഓപ്പോസിറ്റുള്ള നിങ്ങൾ തന്നെ ചാർട്ടിൽ നോക്കി കണ്ടുപിടിച്ച് ചെയ്യുക. അപ്പോഴാണ് എക്സ്പീരിയൻസ് വരിക. അല്ലാതെ ഞാൻ സ്പൂൺ ഫീഡ് ചെയ്യുന്ന പോലെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും പഠിക്കില്ല. ഓക്കെ, സ്വന്തമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഹെഡ് ആൻഡ് ഷോൾഡർ ഫോം ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ബിറ്റ് കോയിൻ്റെ ചാർട്ടിൽ ഇത് എല്ലാ കോയിൻ പെയറിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബിറ്റ് കോയിനിൽ മാത്രമല്ല പറ്റുക. ഞാൻ കൂടുതലും ട്രേഡ് ചെയ്യുന്നത് ബിറ്റ് കോയിനിലായതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ബിറ്റ് കോയിൻ തന്നെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ മാർച്ച് 5-ാം തീയതി ഫോം ആയ ഒരു ചാർട്ടാണ് കാണിക്കുന്നത്. ബിറ്റ് കോയിൻ്റെ ചാർട്ടാണ്. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഏത് പാറ്റേൺ ആണ്? ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ്. ഓക്കെ, ഹെഡ് ആൻഡ് ഷോൾഡറിൽ വന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒരു തല ഉണ്ടാവും, 2 ഷോൾഡറും ഉണ്ടാവും. അതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഒരു ഹെഡ് ഇവിടെ കാണുന്നുണ്ട്, ഒരു തല ഇവിടെ കാണുന്നുണ്ട്, അതിൻ്റെ ലെഫ്റ്റ് ഷോൾഡർ ഇവിടെ ഉണ്ട്, റൈറ്റ് ഷോൾഡർ ഇവിടെയും ഉണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. പെർഫെക്റ്റ് ആയിട്ടൊരു ചാർട്ട് പാറ്റേൺ നോക്കരുത്, പെർഫെക്റ്റ് ആയിട്ടൊന്നും ഫോം ആവില്ല. ഓക്കെ, എക്സാക്റ്റ് പോലെ അതേപോലെ കൃത്യം ലെവലിൽ തന്നെ വേണം എന്നൊന്നുമില്ല. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം ഒരു ഹെഡ് ഇവിടെ ഉണ്ട്, ഒരു ഷോൾഡർ ഇവിടെ ഉണ്ട്, അടുത്ത ഷോൾഡർ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിന് നെക്ക് ലൈൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കൃത്യമായിട്ട്. ലെഫ്റ്റ് ഷോൾഡർ വന്ന് ടാപ്പ് ചെയ്ത് പോകുന്നു, ഹെഡിലേക്ക് പോകുന്നു, ഹെഡിൽ നിന്നും തിരിച്ച് റൈറ്റ് ഷോൾഡറിലേക്ക് പോകുന്നതിന് മുൻപ് വീണ്ടും ഒരു പോയിന്റിൽ ഒരു സപ്പോർട്ട് എന്ന് വേണം നമുക്ക് പറയാം. ഈ സപ്പോർട്ട് ലെവലിൽ വന്ന് ടാപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മൾ നെക്ക് ലൈൻ എന്ന് പറയുക. അപ്പോൾ ആ ഒരു നെക്ക് ലൈൻ ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? കൃത്യമായിട്ട് എനിക്ക് നോക്കുമ്പോൾ തന്നെ കാണുന്നുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇതാണ് നമ്മുടെ നെക്ക് ലൈൻ എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് കൃത്യമായിട്ട് കാണാം. ഇവിടെ നിന്നും ഒരു ഷോൾഡർ പാറ്റേൺ ഫോം ചെയ്തു, സപ്പോർട്ട് ലെവലിൽ ഒന്ന് ടാപ്പ് ചെയ്തു, ഹെഡിലേക്ക് പോയി, ഹെഡിൽ നിന്നും വീണ്ടും ഈ സപ്പോർട്ട് ലെവലിലേക്ക് ടാപ്പ് ചെയ്തു, അതിനുശേഷം വീണ്ടും റൈറ്റ് ഷോൾഡർ ഫോം ചെയ്തു. ഓക്കെ, അതിനുശേഷം പ്രൈസ് എന്താണായതെന്നാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കേണ്ടത്. അത് എന്താണ് ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന ഡെഫിനിഷൻ ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു തല ഉണ്ടാവും, 2 ഷോൾഡറും ഉണ്ടാവും. ഈ ഒരു പാറ്റേൺ ആണ്. ഈ ഒരു പാറ്റേൺ ഫോം ചെയ്താൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡ് റിവേഴ്സൽ ആവാൻ പോവുകയാണ് എന്ന് വെച്ചാൽ തിരിഞ്ഞ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകാൻ പോവുകയാണ് എന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് നമ്മുടെ ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇവിടെ കാണാം ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൊമെന്റമാണ് 82K 82,500 നിന്നും പ്രൈസ് മുകളിലേക്ക് വന്ന് ഈ ഒരു ഹെഡിൽ നമുക്ക് കാണാൻ പറ്റും 92K വരെ വന്നിട്ടുണ്ട്. ഓക്കെ, ഏകദേശം $10,000 മൂവ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒരു ബുള്ളിഷ് ആയിട്ട് തന്നെയാണ് പ്രൈസ് ബോളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ നിന്നും പ്രൈസ് തിരിച്ച് താഴത്തേക്ക് വരാൻ തുടങ്ങുകയാണ് എന്നതിൻ്റെ ഇൻഡിക്കേഷനാണ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫോം ചെയ്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി ഇത് വർക്ക് ആവുന്നുണ്ടോ നമുക്ക് നോക്കണ്ടേ? ഇവിടെ നമുക്കൊന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ നിന്നും ഈ ഒരു പാറ്റേൺ ഫോം ചെയ്തു, നമ്മുടെ റൈറ്റ് ഷോൾഡറൂടെ എൻഡ് ചെയ്തതിന് ശേഷം പ്രൈസ് എത്രത്തോളം താഴേക്ക് വന്നു നമുക്ക് മെഷർ ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ഒരു പോയിന്റിൽ നിന്നും നമുക്ക് കാണാം കൃത്യമായിട്ട് പ്രൈസ് ഇവിടത്തോളം വന്നിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഇതൊന്ന് ക്ലോസ് ചെയ്യാണ്. ഇവിടത്തോളം വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കാണാം 4 ദിവസവും 3 മണിക്കൂറും കൊണ്ട് $14,000 ഡിക്രീസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രത്തോളം റിസ്ക് റിവാർഡ് റേഷ്യോ കിട്ടിയെന്ന് നോക്കിയാലോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചു എന്താണ് റിസ്ക് റിവാർഡ് എന്നുള്ള കാര്യം. ഓക്കെ, സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാനിവിടെ ഒരു ഷോർട്ട് പൊസിഷൻ ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, എനിക്ക് ഈ ഒരു പാറ്റേൺ ഫോം ആവുന്നത് കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണ് ഇവിടെ ട്രെൻഡ് റിവേഴ്സൽ, ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡ് മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ട്രെൻഡ്, പ്രൈസ് മുകളിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ട്രെൻഡ് ഷിഫ്റ്റ് ആയിക്കൊണ്ട് ബെയറിഷ് ട്രെൻഡ്, പ്രൈസ് താഴത്തേക്ക് പോകുന്ന ട്രെൻഡിലേക്ക് മാറാൻ പോവുകയാണ് എന്ന് എനിക്ക് ഈ പാറ്റേൺ കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ നിന്നും ഒരു ഷോർട്ട് പൊസിഷൻ ഞാൻ ഓപ്പൺ ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റോപ്പ് ലോസ് എവിടെയാണ് വെക്കേണ്ടത്? നമ്മളുടെ ഹെഡിന് തൊട്ട് മുകളിലായിട്ട് വേണം സ്റ്റോപ്പ് ലോസ് വെക്കാൻ. ഈ ഹെഡ് വീണ്ടും ബ്രേക്ക് ചെയ്ത് പോകാമെന്ന് വിചാരിക്കും. ഇവിടെ നിന്നും വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോയി ഈ പാറ്റേൺ ഇൻവാലിഡ് ആയി. ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? തലയ്ക്ക് താഴെ തന്നെ വേണം അടുത്ത ഷോൾഡർ ലെവൽ. ഇത് ബ്രേക്ക് ചെയ്ത് വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇത് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ അല്ല. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ തലയ്ക്ക് മുകളിലായിട്ട് ഞാനിവിടെ
അല്ലെങ്കിൽ ഒരു പാറ്റേണിൻ്റെ മുകളിലായിട്ട്, ഈ ഒരു പാറ്റേണിൻ്റെ തലയുടെ മുകളിലായിട്ട് ഞാൻ സ്റ്റോപ്പ് ലോസ് വെച്ചു. ഇത് നിർബന്ധമായിട്ടും വെക്കണം. ഓക്കെ, ഇനി ഈ പ്രൈസ് ഇങ്ങനെ പോയി സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ എൻട്രി ഇവിടെയാണ്. ഈ എൻട്രിയിൽ നിന്ന് സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പോൾ എനിക്ക് പോകുന്ന എമൗണ്ട് $100 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ $100 എൻ്റെ കയ്യിൽ നിന്നും പോകുന്നത് സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി സ്റ്റോപ്പ് ലോസ് അല്ല, ഞാൻ 1:1 ആണ് റിസ്ക് റിവാർഡ് റേഷ്യോ സെറ്റ് ചെയ്യുന്നത് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ റിസ്ക്കും റിവാർഡും സെയിം ആണെന്ന് വെച്ചാൽ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ പോകുന്ന എമൗണ്ട്, റിവാർഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ ടാർഗറ്റ് അടിച്ചാൽ കിട്ടുന്ന എമൗണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ $100 പോകും. 1:1 ആണ് റിസ്ക് റിവാർഡ് റേഷ്യോ എന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ നമ്മളുടെ കയ്യിൽ നിന്ന് പോകുന്ന സെയിം എമൗണ്ട് ആണ് നമ്മുടെ TP ഹിറ്റായി കഴിഞ്ഞാൽ നമുക്ക് റിവാർഡായിട്ട് അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും ട്രേഡ് ചെയ്യാറുള്ളത് മിനിമം 1:2 റിസ്ക് റിവാർഡ് റേഷ്യോയിലാണ്. ഇവിടെ കാണാൻ പറ്റും സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ പോകുന്ന എമൗണ്ടിൻ്റെ ഡബിൾ ആണ് എൻ്റെ ടാർഗറ്റ് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുക. അതാണ് റിസ്ക് റിവാർഡ് എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ട്. ഞാൻ റിസ്ക് ചെയ്യുന്ന എമൗണ്ടിൻ്റെ എത്ര ഇരട്ടിയാണ് എനിക്ക് കിട്ടുക പ്രോഫിറ്റ് അടിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് അടിച്ചാൽ എന്നുള്ളതാണ് റിസ്ക് റിവാർഡ് റേഷ്യോ. ഓക്കെ, 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടി. ഇനി 3 എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റോപ്പ് ലോസിൻ്റെ 3 ഇരട്ടി പ്രോഫിറ്റ് എനിക്ക് എന്ത് കിട്ടും, ടാർഗറ്റ് അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ പോകുന്ന എമൗണ്ടിൻ്റെ 3 ഇരട്ടി എനിക്ക് ടാർഗറ്റ് ഹിറ്റായി കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഒരു ലോങ് പൊസിഷൻ ഓപ്പൺ ആക്കി എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടാർഗറ്റ് സെറ്റ് ചെയ്യുന്ന 1:3 ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈസിലി എന്ത് ചെയ്യാം, ഒരു ട്രേഡ് കൂടെ എടുക്കാൻ പറ്റും ഈ ഒരു പാറ്റേൺ വെച്ചിട്ട്. ഇനി ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ പാർഷ്യൽ പ്രോഫിറ്റ് ബുക്കിംഗ് 50% ബുക്ക് ചെയ്തു, ബാക്കി റൺ ചെയ്യാൻ വിടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം ഇവിടെ വരെ വന്നിട്ടുണ്ട്. 4 ദിവസമാണ് ഞാൻ പറയുന്നത്. 4 ദിവസവും 3 മണിക്കൂർ മാത്രമാണ് ഈ ട്രേഡ് റൺ ആയിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെ റൺ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് 1:8 എന്ന് വെച്ചാൽ നിങ്ങളോട് എടുത്തിരിക്കുന്ന ക്യാപിറ്റൽ എമൗണ്ടിന്റെ ചെറിയ ശതമാനമാണല്ലോ സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പോൾ പോവുക. ആ ഒരു ശതമാനം $100 എമൗണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, $100 ആയിരുന്നു എനിക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ പോവുക. പക്ഷേ എനിക്ക് TP അടിച്ചപ്പോൾ കിട്ടിയത് എത്രയാണ്, $800 ആണ്. ഈ ഒരു സിംഗിൾ ട്രേഡ് 4 ദിവസം കൊണ്ട് $800. ഓക്കെ, അതാണ് റിസ്ക് റിവാർഡ് റേഷ്യോ എന്ന് പറഞ്ഞാലും നമ്മുടെ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെൻഡ് റിവേഴ്സലിനെ സൂചിപ്പിക്കുന്നു. മാർക്കറ്റ് താഴത്തേക്ക് ബെയറിഷ് ആയിട്ടുള്ള ട്രെൻഡിലേക്ക് പോകുന്നു, കൃത്യമായിട്ട് പോവുകയും ചെയ്തല്ലോ. ഈ ഒരു പ്രൈസ് നോക്കുക, ഈ ഒരു ഹെഡ് ഫോം ചെയ്ത സമയത്ത് 92,000 പ്രൈസ്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ നോക്കാം 91,500 ആണ് നമ്മുടെ ഷോൾഡർ. നമുക്ക് ആ പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ട് കണ്ടപ്പോൾ മനസ്സിലാവുന്നത്. അടുത്തായിട്ട് ട്രെൻഡ് റിവേഴ്സലാവുന്നു. നമ്മളിവിടെ ട്രേഡ് എടുത്തിരുന്നെങ്കിൽ നമുക്ക് ഏകദേശം 76K വരെയുള്ള ആ ഒരു ഡിപ്പ് ക്യാച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു ഷോർട്ട് പൊസിഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ. ഈസിലി നമുക്ക് മാർക്കറ്റ് പറഞ്ഞു തരികയാണ്. ഈ ഒരു ഡിപ്പ് വരുന്നതിന് മുൻപേ നമുക്ക് ഇവിടെ പറഞ്ഞു തന്നു മാർക്കറ്റ് താഴത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രത്തോളം പവർഫുൾ ആയുള്ള പാറ്റേൺ ആണ് ആൾക്കാർ യൂസ്ലെസ് ആണ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായല്ലോ എന്താണ് നമ്മുടെ ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. നമ്മളോട് പറഞ്ഞ എന്താണ്, ഹെഡ് ആൻഡ് ഷോൾഡർ ആണെങ്കിൽ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബുള്ളിഷ് ട്രെൻഡിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ബെയറിഷ് ട്രെൻഡ് താഴത്തേക്ക് പ്രൈസ് വരാൻ പോകുന്നു സൂചിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ ആണെങ്കിൽ എന്തായിരിക്കും, താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ് ട്രെൻഡ്, ബെയറിഷ് ആയിട്ടുള്ള മാർക്കറ്റ് ട്രെൻഡിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് മുകളിലേക്ക് പോകാൻ പോകുന്നു എന്ന് നമുക്ക് മുൻകൂട്ടി സൂചിപ്പിക്കുന്ന ഒരു ട്രേഡ് പാറ്റേൺ, ചാർട്ട് പാറ്റേൺ ആണ് ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ. ഇത് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം ട്രെൻഡ് റിവേഴ്സൽ ആവാൻ പോവുകയാണ്. ഈ ട്രെൻഡ് മാറിക്കൊണ്ട് ബുള്ളിഷ് ട്രെൻഡിലേക്ക് വരാൻ പോകുന്നു, പ്രൈസ് മുകളിലേക്ക് പോകാൻ പോകുന്നു എന്ന് മനസ്സിലാക്കണം. ഞാൻ ചാർട്ട് കാണിക്കുന്നില്ല കാരണം ഒരുപാട് സമയം പോകും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടൈം ഫ്രെയിം എത്രത്തോളം വലുതാവുന്നു അത്രയും നല്ലത്. ഞാനിവിടെ കാണിച്ച 1 hour ആണ്, 4 hour, 1 day ഇതൊക്കെ ആവുന്നതോടെ നിങ്ങൾക്ക് ഇതിൻ്റെ ആക്യുറസി കൂടും. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഹെഡ് ആൻഡ് ഷോൾഡർ പറയാനുള്ളത്. ഇൻവേഴ്സും പറഞ്ഞു, നോർമൽ ഹെഡ് ആൻഡ് ഷോൾഡറും പറഞ്ഞു. നോർമൽ ഹെഡ് ആൻഡ് ഷോൾഡർ എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ, അത്രേ ഉള്ളൂ. ഓക്കെ, വേറൊരു വ്യത്യാസമില്ല. ഇവിടെ പറഞ്ഞു ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡ് ബ്രേക്ക് ചെയ്തുകൊണ്ട് ബെയറിഷ് ആവാൻ പോകുന്നു. ഇവിടെ ആണെങ്കിൽ ബെയറിഷ് ആയിട്ട് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ട്രെൻഡിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ പോകുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു ചാർട്ട് പാറ്റേൺ ആണ് ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത പാറ്റേണിലേക്ക് മൂവ് ഓൺ ചെയ്യുകയാണ്. അതാണ് ഡബിൾ ബോട്ടം ആൻഡ് ഡബിൾ ടോപ്പ്. ഇതെന്ന് പറഞ്ഞാൽ മോസ്റ്റ് കോമൺ ആയിട്ട് എപ്പോഴും നിങ്ങൾക്ക് ചാർട്ട് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ഡബിൾ ബോട്ടവും ഡബിൾ ടോപ്പും. ഈസിലി കാണാൻ പറ്റും. ഓക്കെ, ഡബിൾ ബോട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്, പേരിലുള്ള പോലെ തന്നെ 2 ബോട്ടം ഉണ്ടാവും, 2 താഴേക്ക് വന്ന പോയിന്റുകൾ ഉണ്ടാവും. ഡബിൾ ടോപ്പ് എന്ന് പറഞ്ഞാലോ 2 ടോപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈസിലി ഞാനിപ്പോൾ വേണമെങ്കിൽ ഒരു ഡബിൾ ടോപ്പ് കാണിച്ചു തരാം. നമ്മുടെ ബിറ്റ്കോയിൻ്റെ ചാർട്ടിൽ തന്നെ ഇത് ലൈവായുള്ള ചാർട്ടാണ്. നിലവിലെ പ്രൈസ് നോക്കുക 1,06,000 ആണ്. ഓക്കെ, ഇതിൽ ഞാൻ കൃത്യമായിട്ട് ഒരു ഡബിൾ ടോപ്പ് കാണിച്ചു തരട്ടെ. ഈസിലി ഞാനിവിടെ 1 hour ടൈം ഫ്രെയിമിലേക്ക് ഇട്ടു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ചാർട്ട് കുറച്ച് എക്സ്പാൻഡ് ചെയ്യുകയാണ്, സൂം ഔട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം കൃത്യമായിട്ട് ഒരു ഡബിൾ ടോപ്പ്. ഡബിൾ ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, പേരിലുള്ള പോലെ തന്നെ 2 ടോപ്പ് ഉണ്ടാവും. ഇത് സൂചിപ്പിക്കുന്ന എന്താണ്,
ഡബിൾ ബോട്ടം ആണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സൂചിപ്പിക്കുന്നത് പ്രൈസ് മുകളിലേക്ക് പോകാൻ പോവുകയാണ്. ഈസിലി നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. പ്രൈസ് താഴത്തേക്ക് വരുന്നു, ഒരു പോയിന്റിനെ ടാപ്പ് ചെയ്യുന്നു, വീണ്ടും മുകളിലേക്ക് പോകുന്നു, ഒരു റെസിസ്റ്റൻസ് ലെവലിനെ ടാപ്പ് ചെയ്യുന്നു, വീണ്ടും താഴത്തേക്ക് വന്ന് സെയിം സപ്പോർട്ട് ലെവലിനെ ടാപ്പ് ചെയ്തതിനു ശേഷം മുകളിലേക്ക് പോവുകയാണ്. അതാണ് 2 ബോട്ടമേ ഉള്ളൂ. ഓക്കെ, ഇത് കഴിഞ്ഞാൽ ട്രിപ്പിൾ ബോട്ടം ഉണ്ട്. ഇതുപോലെ 3 ബോട്ടം വന്നുള്ള പാറ്റേൺ ആണ് ട്രിപ്പിൾ ബോട്ടം. അപ്പോൾ നമ്മൾ ഡബിൾ ബോട്ടം കാണുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് പ്രൈസിന് മുകളിലേക്ക് പോകാൻ പോവാണ്. ഡബിൾ ടോപ്പ് ആണെങ്കിലോ 2 പ്രാവശ്യം ടോപ്പ് വന്നു, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രൈസ് താഴത്തേക്ക് പോവാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നത് എന്നുള്ള സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു തരികയാണെങ്കിൽ നിങ്ങളോട് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഈ പ്രൈസ് മുകളിലേക്കും താഴത്തേക്കും പോകുന്നത്. സെല്ലേഴ്സും ബയേഴ്സും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ സെല്ല് ചെയ്യുന്നു, അത് ബൈ ചെയ്യാനുള്ള ആൾക്കാർ കുറവാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, മാർക്കറ്റ് പ്രൈസ് താഴത്തേക്ക് വീഴുന്നു. സപ്പോർട്ട് ലെവൽ എത്തിയ സമയത്ത് ഇവിടെ ഒരുപാട് ബയേഴ്സ് സ്റ്റെപ്പ് ഇൻ ചെയ്തു. ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ ഈ ഒരു കോയിൻ ബൈ ചെയ്യുന്നു. ഏതൊരു കോയിൻ ആയിക്കോട്ടെ, ബിറ്റ് കോയിൻ ആയിക്കോട്ടെ, നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഏതൊരു കോയിൻ ആയിക്കോട്ടെ, ഇവിടുന്ന് എന്ത് ചെയ്യുന്നു, ആ ഒരാൾ അല്ലെങ്കിൽ ബയേഴ്സ് ഒരുപാട് ബൈ ചെയ്യാനുള്ള ആൾക്കാർ വന്നുകൊണ്ട് ഈ കോയിൻ ബൈ ചെയ്യാണ്. ബൈ ചെയ്യുമ്പോൾ എന്താവും, ഓട്ടോമാറ്റിക്കലി പ്രൈസ് മുകളിലേക്ക് പോകും. കാരണം എന്താണ്, ബൈ ചെയ്യാനുള്ള ആൾക്കാരാണ് കൂടുതൽ, സെല്ല് ചെയ്യുന്ന ആൾക്കാർ കുറവാണ്. വീണ്ടും ഇവിടെ വന്നു, ഈ റെസിസ്റ്റൻസ് ലെവലിൽ ടാപ്പ് ചെയ്തതിനു ശേഷം വീണ്ടും ഒരുപാട് സെല്ല് ചെയ്യുന്ന ആൾക്കാർ വരികയാണ്. ഈ കോയിൻ ഒരുപാട് ആൾക്കാർ വീണ്ടും ഇവിടുന്ന് സെല്ല് ചെയ്യാണ്. സെല്ല് ചെയ്യുന്ന സമയത്ത് എന്താണ്, താഴത്തേക്ക് പോകുന്നു, വീണ്ടും ഈ ബോട്ടം ലെവലിൽ ടച്ച് ചെയ്യുന്നു. ഈ ലെവലിൽ വന്ന സമയത്ത് വീണ്ടും ബയേഴ്സ് സ്റ്റെപ്പ് ഇൻ ചെയ്യാണ്. ബൈ ചെയ്യുന്ന ആൾക്കാർ, ഈ കോയിൻ ബൈ ചെയ്യുന്ന ആൾക്കാർ വീണ്ടും സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നു. വീണ്ടും ഒരുപാട് ഹൈ ആയിട്ട് ബൈ ചെയ്യുന്നു. സെല്ല് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണത്തിൽ കൂടുതൽ ആൾക്കാർ ബൈ ചെയ്യുന്നു. അപ്പോഴാണ് പ്രൈസ് വ്യത്യാസം വരിക. ഒരു കോയിൻ സ്റ്റേബിൾ ആയിട്ട് പ്രൈസ് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിന് ബയേഴ്സും സെല്ലേഴ്സും സെയിം എമൗണ്ട് ആണ്. 1000 ആൾക്കാർ സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സെയിം പ്രൈസിൽ വാങ്ങാൻ 1000 ആൾക്കാരുണ്ട്. ഓക്കെ, ബയേഴ്സും 1000 ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 1000 ആൾക്കാർ സെല്ല് ചെയ്തു. ആ സമയത്ത് 1000-ൽ-അധികം ആൾക്കാർ ബൈ ചെയ്യുമ്പോഴാണ് പ്രൈസ് മുകളിലേക്ക് പോകുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് സിമ്പിൾ ടോപ്പിക്, പ്രൈസ് മുകളിലേക്കും താഴത്തേക്കും പോകാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ട്രെൻഡ് സൂചിപ്പിക്കുന്നത് എന്താണ്, ഡബിൾ ബോട്ടം ആണെങ്കിൽ പ്രൈസ് ആദ്യം ഒരുപാട് ആൾക്കാർ സെല്ല് ചെയ്യുന്നുണ്ട്, ഇവിടെ വന്ന് ടാപ്പ് ചെയ്തു, ഈ ഒരു സപ്പോർട്ട് ലെവലിൽ ഒന്ന് ടാപ്പ് ചെയ്തു, ഇവിടെ നിന്നും ഈ ഒരു പോയിന്റിൽ നിന്നും ഒരുപാട് ആൾക്കാർ ബയേഴ്സ് ബൈ തുടങ്ങാണ്. ഓക്കെ, ബൈ ചെയ്ത് തുടങ്ങി, കുറച്ച് ഇതിന്റെ പകുതി മുകളിൽ വരെ പോയി, അല്ലെങ്കിൽ ഒരു ലെവൽ വരെ പോയെന്ന് വിചാരിക്കാം. നമുക്ക് കൃത്യമായിട്ട് ലെവലൊക്കെ കാണിച്ചു തരാം. ആ ലെവൽ വരെ പോകുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, വീണ്ടും ബയേഴ്സ് വീക്ക് ആവുന്നു, സെല്ലേഴ്സിന്റെ എണ്ണം കൂടുന്നു, വീണ്ടും സെല്ല് ചെയ്യുന്നു, വീണ്ടും ഈ സപ്പോർട്ട് ലെവലിൽ ഒന്ന് ടാപ്പ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യാണ്, ബയേഴ്സ് ഒരുപാട് ആൾക്കാർ ബൈ ചെയ്ത് തുടങ്ങുകയാണ്. ഈ ഒരു സപ്പോർട്ട് ലെവലിൽ ഒന്ന് ടാപ്പ് ചെയ്ത സമയത്ത് വീണ്ടും ഒരുപാട് ആൾക്കാർ ബൈ ചെയ്യുന്നു. ബൈയിങ് വോളിയം കൂടുന്നു, ബൈയിങ് പ്രഷർ കൂടുന്നു, സെല്ലേഴ്സിന്റെ അളവ് കുറയുന്നു, ബയേഴ്സിന്റെ അളവ് കൂടുന്നു, പ്രൈസ് മുകളിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കിയ ടോപ്പിക് എന്താണെന്ന് മനസ്സിലായല്ലോ. ബയേഴ്സിന്റെ അളവ് കൂടുമ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പോകും, സെല്ല് ചെയ്യുന്ന ആൾക്കാരുടെ അളവ് കൂടുമ്പോൾ മാർക്കറ്റ് താഴത്തേക്കും വരും. അതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇതേ സെയിം ടോപ്പിക് തന്നെയാണ് ഡബിൾ ടോപ്പിലും. ഇവിടെ ഒരുപാട് ആൾക്കാർ ബൈ ചെയ്യുന്നു, ഒരു റെസിസ്റ്റൻസ് ലെവലിൽ വന്ന് പ്രൈസ് നിൽക്കുന്നു, അവിടെ നിന്ന് ആൾക്കാർ സെല്ല് ചെയ്യാൻ തുടങ്ങുകയാണ്. ബൈ ചെയ്യുന്ന ആളുകളുടെ എണ്ണത്തിനേക്കാൾ കൂടുതൽ സെല്ല് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യുന്നു, വീണ്ടും താഴത്തേക്ക് പോകുന്നു, ഈ ഒരു പോയിന്റിൽ ഒന്ന് സപ്പോർട്ട് എടുക്കുന്നു, വീണ്ടും ബൈ ചെയ്യുന്ന ആൾക്കാർ, ഒരുപാട് ആൾക്കാർ ബൈ ചെയ്യുന്ന സമയത്ത് വീണ്ടും ഈ റെസിസ്റ്റൻസ് ലെവലിൽ ഒന്ന് ടാപ്പ് ചെയ്യുന്നു. ഇത് ബ്രേക്ക് ചെയ്യുന്നില്ല, ഒരു ഹയർ ഹൈ ഫോം ചെയ്യുന്നില്ല, ഇതിന്റെ മുകളിലേക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം എന്താ, ബയേഴ്സിന്റെ സ്ട്രെങ്ത്, ബൈ ചെയ്യുന്ന ആൾക്കാരുടെ സ്ട്രെങ്ത് കുറവാണ്, സെല്ല് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. അതുകൊണ്ടാണ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തത്. ഇത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്തുകൊണ്ട് ട്രേഡ് ഓപ്പൺ ആക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എവിടെ വരെ പോകുന്നുള്ള മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു കണ്ടീഷനിലാണെങ്കിലോ പ്രൈസ് താഴത്തേക്ക് വരുന്നു, ഒരു സപ്പോർട്ട് ലെവലിലേക്ക് വന്നതിന് ശേഷം വീണ്ടും ആൾക്കാരെ ബൈ ചെയ്യാൻ തുടങ്ങുന്നു. പക്ഷേ ഒരു ഹയർ ഹൈ അല്ല, ലോവർ ഹൈ ആണെന്ന് പറഞ്ഞാൽ ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യാൻ ഈ ഒരു ഹൈക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം എന്താ, സെല്ല് ചെയ്യുന്ന ആൾക്കാരുടെ സെയിം എമൗണ്ട് ഓഫ് ആൾക്കാർ, അല്ലെങ്കിൽ സെല്ല് ചെയ്യുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ ആൾക്കാർ ഈ ഒരു എമൗണ്ടിൽ, ഈ ഒരു പോയിന്റിൽ ബൈ ചെയ്യുന്നില്ല. ഓക്കെ, ബൈ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല, വീണ്ടും താഴത്തേക്ക് വരുന്നു. വീണ്ടും ഈ ഒരു പോയിന്റിൽ എത്തുന്ന സമയത്ത് എന്താണ്, ബയേഴ്സ് വീണ്ടും, ബൈ ചെയ്യുന്ന ആൾക്കാർ വീണ്ടും സ്റ്റെപ്പ് ഇൻ ചെയ്യുകയാണ്. അപ്പം എന്ത് ചെയ്യുന്നില്ല, സെല്ലേഴ്സിന്, സെല്ല് ചെയ്യുന്ന ആൾക്കാർക്ക് ബൈ ചെയ്യുന്ന ആളുകളെ ബീറ്റ് ചെയ്യാൻ, തോൽപ്പിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ബൈ ചെയ്യുന്ന ആൾക്കാർ കൂടുന്നു, പ്രൈസ് മുകളിലേക്ക് പോകുന്നു. ഇവിടെ അതിന് നേരെ ഓപ്പോസിറ്റ് ടോപ്പിക്, മാർക്കറ്റ് മുകളിലേക്ക് വരുന്നു, ഈ ഒരു പോയിന്റിൽ ഈ റെസിസ്റ്റൻസ് ലെവൽ ടാപ്പ് ചെയ്യുന്നു, വീണ്ടും താഴത്തേക്ക് വരുന്നു, വീണ്ടും ഈ റെസിസ്റ്റൻസ് ലെവൽ ടാപ്പ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല ബയേഴ്സിനെ കൊണ്ട്. അപ്പോഴത്തേക്കും സെല്ലേഴ്സിന്റെ അളവ് കൂടുകയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, സെല്ലേഴ്സ് കൂടിയ പ്രൈസ് താഴത്തേക്ക് പോകും. ഡബിൾ ടോപ്പ് കണ്ടപ്പോൾ മനസ്സിലാക്കേണ്ടതാണ്, പ്രൈസ് അടുത്തതായിട്ട് താഴത്തേക്ക് പോകാൻ പോവുകയാണ് എന്നുള്ളതാണ്. ഇത്രയും സിമ്പിളായിട്ട് പറഞ്ഞുതരാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം ആണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പം ഞാനിവിടെ ബിറ്റ് കോയിൻ്റെ ഒരു 1 hour ചാർട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ കൃത്യമായിട്ട് നമുക്കൊരു ഡബിൾ ടോപ്പ് കാണാൻ പറ്റുന്നുണ്ട്. ഏതൊക്കെയാണവ, ഒരു ടോപ്പ് ഇവിടെ ഉണ്ട്, ഒരു ടോപ്പ് ഇവിടെയും ഉണ്ട്. ഓക്കെ, കൃത്യമായിട്ട് ഞാൻ വേണമെങ്കിൽ ഡ്രോ ചെയ്ത് കാണിച്ചു തരാം. പ്രൈസ് ഇതാ ഇവിടുന്ന് ബൈ ചെയ്യുന്നു, എല്ലാവരും ബൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ, ഇവിടെ റെസിസ്റ്റൻസ് ലെവലിൽ എത്തിയ സമയത്ത് എന്ത് ചെയ്യുന്നു, പ്രൈസ് താഴത്തേക്ക് പോവുകയാണ്, സെല്ലേഴ്സിൻ്റെ അളവ് കൂടുകയാണ്, വീണ്ടും തിരിച്ചു വരുന്നു, ഈ ഒരു സപ്പോർട്ട് ലെവലിൽ ടാപ്പ് ചെയ്യുന്നു, വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോകുന്നു,
ആ സെയിം റെസിസ്റ്റൻസ് ലെവലിൽ എന്ത് ചെയ്യുന്നു, പ്രൈസ് വീണ്ടും ടാപ്പ് ചെയ്യാണ്, അവിടെ നിന്നും വീണ്ടും താഴത്തേക്ക് പോവുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ ബയ്യേഴ്സിന്, ബൈ ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് കഴിയുന്നില്ല. സെല്ലിംഗ് പ്രഷറാണ് കൂടുതൽ. അപ്പോൾ സെല്ലിംഗ് പ്രഷർ കൂടുമ്പോൾ എന്താണ് നടക്കുക, പ്രൈസ് താഴത്തേക്ക് പോകും. അപ്പോൾ നിങ്ങൾ നോക്കുക ഇവിടെ നിന്ന് എത്രത്തോളം താഴത്തേക്ക് പോയി എന്നുള്ളത്. ഈ ഒരു ലോയിനെക്കാളും ഒരു ലോവർ ലോയാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ, പ്രൈസ് അടുത്തതായിട്ട് താഴത്തേക്ക് പോകുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 1,10,000 നിന്നും പ്രൈസ് താഴേക്ക് വന്ന് 1,06,900 വരെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ എന്താണ്, ഡബിൾ ബോട്ടം എന്ന് നമുക്ക് പറയാം. അപ്പോൾ പ്രൈസ് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഡബിൾ ബോട്ടം എന്ന് പറഞ്ഞാൽ ഇതുപോലെ 2 ടോപ്പ് വന്നതിന് പകരം 2 ബോട്ടം വരും, 2 താഴെയുള്ള പോയിന്റ് വരും. ഓക്കെ, അത് വന്നാൽ നമുക്ക് മനസ്സിലാക്കാം അടുത്തതായിട്ട് പ്രൈസ് മുകളിലേക്കാണ് പോകാൻ പോകുന്നത് എന്നുള്ളത്. അത്ര സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡബിൾ ടോപ്പും ഡബിൾ ബോട്ടവും. കൃത്യമായിട്ട് അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതിലേക്ക് നമ്മൾ മൂവ് ഓൺ ചെയ്യുകയാണ്. അടുത്തെന്ന് പറഞ്ഞാൽ എന്താണ്, ട്രിപ്പിൾ ടോപ്പും ട്രിപ്പിൾ ബോട്ടവും. നമ്മളിപ്പോൾ കണ്ടെന്താണ്, 2 ബോട്ടും 2 ടോപ്പും ഉള്ള പാറ്റേൺ ആണ്. ഇനി ഇതുപോലെ തന്നെ ഇവിടെ ഒരു ടോപ്പും കൂടെ വരികയാണ്. ഇവിടെ നിന്ന് വീണ്ടും പ്രൈസ് മുകളിലേക്ക് വന്നുകൊണ്ട് അടുത്തൊരു ടോപ്പും കൂടെ ക്രിയേറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. സെയിം പ്രോസസ്സ് തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് ഓർക്കുക, റെസിസ്റ്റൻസ് ലെവലിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല ബയേഴ്സിനെ കൊണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനേ പറ്റുന്നില്ല. വീണ്ടും വീണ്ടും ഈ ഒരു സ്പോട്ടിൽ ഒന്ന് ടച്ച് ചെയ്തതിനു ശേഷം പ്രൈസ് താഴത്തേക്ക് പോവാണ്. ഓരോ പ്രാവശ്യം ടച്ച് ചെയ്യുമ്പോഴും ബയേഴ്സിന്റെ അളവ് കുറയും, വീക്കായിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ ഒരു കോയിൻ പെയർ. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ബൈ ചെയ്തു, ഈ റെസിസ്റ്റൻസ് ലെവൽ ടാപ്പ് ചെയ്തു, വീണ്ടും താഴത്തേക്ക് ഒന്ന് സപ്പോർട്ട് എടുത്തു, വീണ്ടും റെസിസ്റ്റൻസ് ലെവൽ ടാപ്പ് ചെയ്തു, വീണ്ടും സപ്പോർട്ട് എടുത്തു, വീണ്ടും റെസിസ്റ്റൻസ് ടാപ്പ് ചെയ്തു. 3 പ്രാവശ്യം ടോപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, 3 പ്രാവശ്യം ഈ കോയിന്റെ പ്രൈസിന് ഈ ലെവൽ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ബയേഴ്സിനെ കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ ബൈയിങ് പ്രഷർ കുറവാണ്. ബൈയിങ് പ്രഷർ കുറഞ്ഞാൽ എന്തായിരിക്കും, സെല്ലിംഗ് പ്രഷർ കൂടുതലായിരിക്കും, പ്രൈസ് താഴത്തേക്ക് പോകും. സിംപിളി ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി അതിന്റെ നേരെ ഓപ്പോസിറ്റ് ട്രിപ്പിൾ ബോട്ടാണെങ്കിലോ 3 ബോട്ടം ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, ആൾക്കാർ ഇവിടുന്ന് സെല്ല് ചെയ്യാണ്. ബയേഴ്സിനേക്കാൾ കൂടുതൽ സെല്ലേഴ്സാണ് ഉള്ളത്. ആൾക്കാർ സെല്ല് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഈ ഒരു സപ്പോർട്ട് ലെവലിൽ ടാപ്പ് ചെയ്യുന്നു, വീണ്ടും പോയ റെസിസ്റ്റൻസ് ലെവൽ ഒരു ലോക്കൽ ടോപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു, വീണ്ടും താഴത്തേക്ക് വരുന്നു, വീണ്ടും സെയിം ലെവൽ സെയിം സപ്പോർട്ട് ലെവൽ ടാപ്പ് ചെയ്യുന്നു, വീണ്ടും സെയിം റെസിസ്റ്റൻസ് ടാപ്പ് ചെയ്യുന്നു, വീണ്ടും സെയിം സപ്പോർട്ട് ലെവൽ ടാപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത്, ഈ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യാൻ, ഈ ലെവൽ ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് പ്രൈസിനെ കൊണ്ടുപോകാൻ സെല്ലേഴ്സിനെ കൊണ്ട് കഴിയുന്നില്ല. ബയേഴ്സ് അപ്പോഴത്തേക്കും സ്റ്റെപ്പിൻ ചെയ്യുകയാണ്. ഈ ഒരു ലെവൽ എത്തുമ്പോഴത്തേക്കും ബയേഴ്സ് വരികയാണ്, ബൈ ചെയ്യാൻ ആൾ വരികയാണ്, വീണ്ടും ബൈ ചെയ്യുന്നു. അങ്ങനെ ബൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഈ ലെവലിലേക്ക് എത്തുമ്പോൾ. അപ്പോൾ ഇവിടുന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു പോയിന്റിന്. അതാണ് സിമ്പിൾ കോൺസെപ്റ്റ്. സപ്പോർട്ട് റെസിസ്റ്റൻസ് മനസ്സിലായ ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ടോപ്പിക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. ഇവിടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതിനർത്ഥം എന്താണ്, ബയേഴ്സിന്റെ സ്ട്രെങ്ത് കുറവാണ്, ബൈ ചെയ്യുന്ന ആൾക്കാരുടെ ശക്തി കുറവാണ്, എണ്ണം കുറവാണ്, സെല്ല് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണമാണ് കൂടുതൽ. സെല്ല് ചെയ്യുന്ന എണ്ണം കൂടുമ്പോൾ എന്താവും, പ്രൈസ് താഴത്തേക്ക് പോകും. സിമ്പിൾ ഇവിടെ അങ്ങനെ തന്നെയാണ്. ട്രിപ്പിൾ ബോട്ടം വരുന്ന സമയത്തും എന്താണ്, ഈസിലി പ്രൈസ് താഴത്തേക്ക് കൊണ്ടുപോകാൻ സെല്ലേഴ്സിനെ കൊണ്ട് കഴിയുന്നില്ല. ബൈയിങ് പ്രഷറാണ് അവിടെ കൂടുതൽ. അപ്പോൾ ട്രിപ്പിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബുള്ളിഷും, ട്രിപ്പിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബെയറിഷും ആണ്. ഡബിൾ ബോട്ടവും ഡബിൾ ടോപ്പും പോലെ തന്നെ ആ സിമ്പിൾ ടോപ്പിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡബിൾ ബോട്ടവും ഡബിൾ ടോപ്പും ട്രിപ്പിൾ ബോട്ടവും ട്രിപ്പിൾ ടോപ്പും നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഫാളിംഗ് വെഡ്ജും റൈസിംഗ് വെഡ്ജും. റൈസിംഗ് വെഡ്ജും ഫാളിംഗ് വെഡ്ജും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ട്രയാങ്കിളിൽ കണ്ട പോലെ തന്നെ ഒരു ചാനലിനകത്താണ് പ്രൈസ് കൺസോൾഡേറ്റ് ആവുന്നു. അല്ലെങ്കിൽ നമുക്ക് റൈസിംഗ് വെഡ്ജ് ആണെങ്കിൽ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം, ഫാളിംഗ് വെഡ്ജ് ആണെങ്കിൽ താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പ്രൈസ്. ഓക്കെ, അപ്പോൾ ഈ റൈസിംഗ് വെഡ്ജും ഫാളിംഗ് വെഡ്ജും എന്നാണ് സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ 2 പാറ്റേൺസും സൂചിപ്പിക്കുന്നത് എന്താണ്, ട്രെൻഡ് റിവേഴ്സൽ തന്നെയാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡ് ആണല്ലേ, മുകളിലേക്ക് പ്രൈസ് വന്നുകൊണ്ടേ ഇരിക്കുന്നു, ഒരു ഹയർ ലോ ഹയർ ഹൈ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പോവുകയാണ്. പക്ഷേ പ്രൈസ് വീക്കൻ ആയിക്കൊണ്ട് വരികയാണ്. ഈ ചാനൽ ഇങ്ങോട്ടേക്ക് വരുന്തോറും ചെറുതായി വരികയാണ്. അപ്പോൾ ഈ ചാനൽ ബ്രേക്ക്ഔട്ട് കിട്ടി പ്രൈസ് താഴത്തേക്ക് ട്രെൻഡ് റിവേഴ്സൽ ആവാൻ പോവുകയാണ്. മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പ്രൈസ് റിവേഴ്സ് ആയിക്കൊണ്ട് താഴത്തേക്ക് പോകാൻ പോവുകയാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ് റൈസിംഗ് വെഡ്ജ്. ഫാളിംഗ് വെഡ്ജ് ആണെങ്കിലോ ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്നു, വീണ്ടും ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, വീണ്ടും ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുന്നു. എന്താണ് ഈ ലോവർ ലോ ലോവർ ഹൈ നോക്കിക്കഴിഞ്ഞാൽ, ഈ ഹയർ ഈ ഒരു ഹൈ നോക്കുക, ഈ ഹൈക്ക് തൊട്ട് താഴെ അല്ലേ അടുത്ത ഹൈ ക്രിയേറ്റ് ചെയ്തത്, അതിന് മുകളിലാണെങ്കിൽ അതിന് നമ്മൾ ഹയർ ഹൈ എന്ന് പറയും. തൊട്ട് മുൻപുള്ള ഹൈക്ക് മുകളിൽ നിൽക്കുന്ന ഹൈ ആണ് ഹയർ ഹൈ. ഓക്കെ, ഈ പ്രൈസ് ഇവിടെ പോയി ഇവിടെ വരെ എത്തിയെങ്കിൽ ഹയർ ഹൈ ആയിട്ട് മാറും. പക്ഷേ ഇതിന് മുകളിലേക്ക് പോയിട്ടില്ല, ഒരു ലോവർ ഹൈ ആണ് ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ലോവർ ലോയും എന്ന് വെച്ചാൽ ഈ താഴെ വന്ന പോയിന്റിനെക്കാളും താഴെയാണ് ഈ ഒരു പോയിന്റ് ഉള്ളത്, അതാണ് ലോവർ ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ചാനലിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം ട്രെൻഡ് റിവേഴ്സൽ ആവുന്നു, താഴത്തേക്ക് വന്നുകൊണ്ടിരുന്ന ചാനൽ ബ്രേക്ക് ചെയ്തുകൊണ്ട്, ഇതാണ് ഈ ചാനൽ 2 ലൈൻ കണ്ടല്ലോ, സപ്പോർട്ട് റെസിസ്റ്റൻസ്. ഓക്കെ, അത് എപ്പോഴും മനസ്സിൽ വേണം. ഈ ഒരു ചാനൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് മുകളിലേക്ക് പോകുന്നു. ഒരു എക്സാമ്പിൾ നോക്കിയതിന് ശേഷം നമുക്ക് പറയാം. കൃത്യമായിട്ട് കാണാം, നമുക്ക് ഇവിടെ ഒരു ഹൈയും ഉണ്ട്, ഇവിടെ ലോയും വന്നിട്ടുണ്ട്. അവിടെ നിന്നുമാണ് നമ്മൾ നമ്മുടെ ചാനൽ ഡ്രോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഇവിടെ വരെ ഞാൻ ഈ ഒരു ചാനൽ ഡ്രോ ചെയ്യുന്നുണ്ട്. അതിനുശേഷം
നെക്സ്റ്റ് ചാനൽ അതിന് തൊട്ട് താഴെ തന്നെ അതിൻ്റെ അടുത്ത താഴെയുള്ള ലോയിൽ നിന്നും ഞാൻ ഇവിടെയൊക്കെ ഒരുപാട് ടേംസ് പറയാനുണ്ട്. ഞാൻ സിമ്പിളാക്കാൻ വേണ്ടിയിട്ടാണ് വളരെ സിമ്പിളായിട്ടുള്ള ഭാഷയിൽ സംസാരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം ഇവിടെ നിന്നും ഈ പ്രൈസ് ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ സ്ലൈഡിൽ കണ്ട പോലെ തന്നെ ഇവിടെ നമുക്ക് കാണാം ഈ ഒരു ചാനൽ മുൻപിലേക്ക് പോകും തോറും ഈ ചാനലിൻ്റെ വീതി കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, നാരോ ആയി വരികയാണ്. ഓക്കെ, അതിന് കാരണം എന്താണ്? ഇവിടെ പ്രൈസ് ആക്ഷൻ പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. ഒരു ഹയർ ഹൈ ആണ്, ഹയർ ലോ ആണ്, ഹയർ ഹൈ ആണ്, ഹയർ ലോ ആണ്. അപ്പോൾ എന്താവും? പ്രൈസിന്റെ പോയിന്റ്സ്, ആ ടച്ച് ചെയ്യുന്ന ചാനലിന്റെ പോയിന്റ് വീക്ക് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അവസാനം ഇവിടെ ബ്രേക്ക് ഡൗൺ ആയിക്കൊണ്ട് ഈ ഒരു ചാനൽ ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ട്രെൻഡ് റിവേഴ്സ് ആവുകയാണ്. ബുള്ളിഷ് ആയുള്ള ട്രെൻഡ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ബെയറിഷ് മാർക്കറ്റിലേക്ക് പോവുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇത് നിങ്ങൾ 5 മിനിറ്റിന്റെ ടൈം ഫ്രെയിമിലാണ്, ചാർട്ടിലാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് വലിയ ബ്രേക്ക് ഡൗണോ കാര്യങ്ങളൊന്നും കാണാൻ പറ്റണമെന്നില്ല. പക്ഷേ ഒരു 1 അവർ 4 അവർ 1 ഡേ ടൈം ഫ്രെയിമിലൊക്കെ കാണുകയാണെങ്കിൽ വലിയൊരു ഡിപ്പ് അവിടെ വരാനുള്ള സാധ്യതയാണ് നമുക്ക് മനസ്സിലാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ വീതി കൂടുതലാണ്, അവസാനത്തേക്ക് വരുംതോറും വീതി കുറഞ്ഞു വരികയാണ്. ഓക്കെ, ഇതൊരു എന്താണ്? റൈസിങ് വെഡ്ജ് ആണ്. കാണാലോ കൃത്യമായിട്ട് അതുപോലെ തന്നെയാണ് നമുക്ക് ചാർട്ടിലും കാണാൻ പറ്റുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നിന്നും പ്രൈസ് എന്താണ് ആയത്? താഴത്തേക്ക് ബ്രേക്ക് ഡൗൺ ആയിക്കൊണ്ട് പോവുകയാണ്. കണ്ടല്ലോ, ഇവിടെ ഈ ഒരു ചാനൽ ബ്രേക്ക് ചെയ്തു, പ്രൈസ് താഴത്തേക്ക് വന്നു. എന്നിട്ട് എവിടം വരെ പോയി നോക്കാം. ഓക്കെ, ഞാനിവിടെ ചാർട്ട് സൂം ഔട്ട് ചെയ്യുന്നു. അതിനുശേഷം പ്രൈസ് എവിടം വരെ പോയി നോക്കാം, എവിടെയാണ് പ്രൈസ് ഉണ്ടായതെന്ന് നോക്കാം. ഈ ഒരു ടോപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ $1,07,000 ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിന്നും എത്രത്തോളം പ്രൈസ് താഴത്തേക്ക് പോയിട്ടുണ്ട് ഞാൻ ഇവിടെ ജസ്റ്റ് മെഷർ ചെയ്യുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക് ഡൗൺ ആയ സ്ഥലത്ത് നിന്നും മെഷർ ചെയ്യാം. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ ട്രേഡ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി ഒരു ട്രേഡ് ഇവിടെ കിട്ടും. 12,000 പോയിന്റ്സ് അല്ലെങ്കിൽ 13,000 പോയിന്റ് തന്നെ ഇവിടെ ഡ്രോപ്പ് ആയിട്ടുണ്ട്. 12% ഡ്രോപ്പ് ആയിരിക്കുകയാണ് 2 ദിവസവും 12 മണിക്കൂറും കൊണ്ട്. ബിറ്റ്കോയിൻ എന്തായി? $1,05,000 നിന്നും $92,000 വരെ വന്നു. അത് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? ഈ ഒരു ബ്രേക്ക് ഔട്ട്, ചാനൽ ബ്രേക്ക് ഔട്ട് കിട്ടിയതിന് ശേഷം ഒരാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. ഓക്കെ, ഒരുപാട് ആൾക്കാർ ഇതുപോലെ ട്രേഡ് എടുത്തിട്ടും ഉണ്ടാവും, ഇവിടുന്ന് ഷോർട്ട് ചെയ്തിട്ടുണ്ടാവും, സ്റ്റോപ്പ് ലോസ് അവിടെ വെച്ചിട്ടുണ്ടാവും. ഈ ചാനലിന്റെ മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കും. നമ്മളിവിടെ നിന്ന് ട്രേഡ് ഓപ്പൺ ചെയ്യുകയാണെന്ന് തന്നെ വിചാരിക്കാം. ഓക്കെ, ഇവിടെ നിന്നും ഒരു ഷോർട്ട് പൊസിഷൻ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് അവിടെ ഈ ചാനലിന്റെ തൊട്ട് മുകളിലേക്ക് വെക്കും. കാരണം എന്താ? വീണ്ടും ഈ ചാനലിലേക്ക് വന്ന് തിരിച്ച് പ്രൈസ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും? വേറൊരു പാറ്റേണിലേക്ക് തന്നെ അത് മാറാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതുകൊണ്ട് അവിടെ നമ്മൾ റിസ്ക് എടുക്കുന്നില്ല, സ്റ്റോപ്പ് ലോസ് അവിടെ വെക്കുന്നു. അതിനുശേഷം നമ്മൾ ടാർഗറ്റ് അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും റിസ്ക് റിവാർഡ് റേഷ്യോ 7 ആണ്. സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ പോകുന്ന എമൗണ്ടിന്റെ 7 ഇരട്ടി എമൗണ്ട് ടാർഗറ്റ് അടിച്ചാൽ കിട്ടും. പക്ഷേ 7 ഇരട്ടി നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ 50% 1:2 RR വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ 50% പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, 50% പ്രോഫിറ്റ് ക്ലോസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ട്രേഡ് ക്ലോസ് ചെയ്യുക 50%. അപ്പോൾ 50% പ്രോഫിറ്റ് നമുക്ക് സേഫ് ആയി കഴിഞ്ഞു. പിന്നെ സ്റ്റോപ്പ് ലോസ് എടുത്ത് എൻട്രി പോയിന്റിലേക്ക് വെക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് സ്റ്റോപ്പ് ലോസ് അടിച്ചാലും ലോസ് ഇല്ല. ഇവിടെ നമ്മൾ ബുക്ക് ചെയ്ത് 50% പ്രോഫിറ്റ് നമ്മുടെ അക്കൗണ്ടിൽ സേഫ് ആവുകയും ചെയ്തു. എന്നിട്ട് റൺ ചെയ്യാൻ വിട്ടാൽ പോലും ട്രെയിലിംഗ് SL ഇട്ടാൽ, ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് ലോസിന് ട്രെയിലേ വരും. ആ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ പോലും നമുക്ക് ഇവിടെ വരെ ആ ട്രേഡ് കിട്ടും. അപ്പോൾ നമുക്ക് 1:7 റിസ്ക് റിവാർഡ് റേഷ്യോ ഉള്ള ഒരു ട്രേഡ് ഇവിടെ കിട്ടിയാനേ ഈസിലി കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ അത് എടുത്തിട്ടുണ്ട്. ഓക്കെ, അതാണ് നമുക്ക് ഈ റൈസിംഗ് വെഡ്ജ് പാറ്റേൺ കണ്ടാൽ മനസ്സിലാക്കേണ്ടത്. റൈസിംഗ് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക്, ഫാളിംഗ് എന്ന് പറഞ്ഞാൽ താഴത്തേക്ക്. അത്ര സിമ്പിളാണ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ കണ്ടുപിടിക്കുക ചാർട്ടിൽ. എന്നിട്ട് എന്ത് ചെയ്യുക? അതെവിടെയാണെന്ന് നോക്കുക. ചാർട്ട് പുറകിലേക്ക് വരിക, ട്രേഡിംഗ് വ്യൂ എടുക്കുക, പുറകിലേക്ക് വന്ന് നോക്കുക. എവിടേക്ക് ഇതുപോലെ പാറ്റേൺസ് ഫോം ആയിട്ടുണ്ട്, ഫാളിംഗ് വെഡ്ജ് വന്നിട്ടുണ്ട്, റൈസിംഗ് വെഡ്ജ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊരു ഓൾ ടൈം ഹൈയിലാണ് പ്രൈസ് നിൽക്കുന്നത്. 1,07,000 എന്ന് പറഞ്ഞാൽ ഓൾ ടൈം ഹൈ ആണ്. ഇവിടെ നിന്ന് ഒരു ട്രെൻഡ് റിവേഴ്സിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എക്സ്പെക്ട് ചെയ്യാം. പിന്നീട് അവിടുന്ന് പ്രൈസ് താഴത്തേക്ക് പോയി 91K എത്തിയതിനു ശേഷം വീണ്ടും പ്രൈസ് താഴത്തേക്ക് വരുന്നു. പുതിയൊരു ഓൾ ടൈം ഹൈ 190K എന്ന് പറയുന്ന ഓൾ ടൈം ഹൈ വീണ്ടും ക്രിയേറ്റ് ചെയ്യുന്നു. 26K പോകുന്നതിന് മുൻപ് തന്നെ 92K നമുക്ക് ഇവിടുന്ന് നമുക്ക് എന്ത് കിട്ടി? നേരത്തെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പാറ്റേൺ നമുക്ക് കാണിച്ചു തന്നു. ഏതാണ് ഈ പാറ്റേൺ? ഹെഡ് ആൻഡ് ഷോൾഡർ. ഓക്കെ, ഹെഡ് ആൻഡ് ഷോൾഡർ വെച്ച് ഇവിടുന്ന് നമുക്ക് ഈ ഒരു ഡിപ്പ് ക്യാച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. അതുപോലെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ്, ഹെഡ് ആൻഡ് ഷോൾഡറിന്റെ ഓപ്പോസിറ്റ് അതാണ് ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ ഇവിടെ ഫോം ആയത് നമുക്ക് കാണാം. അതിൽ നിന്നും പ്രൈസ് മുകളിലേക്ക് പോയതും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇത്രയും സിമ്പിളായുള്ള പാറ്റേൺ ആണ് ഏറ്റവും മോസ്റ്റ് കോമൺ. ഞാനിപ്പോൾ റൈസിംഗ് വെഡ്ജ് മാത്രമാണ് കാണിച്ചത്, ഫാളിംഗ് വെഡ്ജ് ഇവിടെ കാണിക്കുന്നില്ല. നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഓക്കെ, വർക്കൗട്ട് ചെയ്യുക. ഇത്രയും പാറ്റേൺ ആണ് നമുക്ക് വീഡിയോയിൽ പറയാനുള്ളത്. ഇനിയും ഒരുപാട് പാറ്റേൺസ് പറയണമെങ്കിൽ പറയാം. ഇതാണ് ഏറ്റവും മോസ്റ്റ് കോമൺ. ഇനി പറയുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ട്? ഫ്ലാഗുകളുണ്ട്, ബുള്ളിഷ് ഫ്ലാഗ്, ബെയറിഷ് ഫ്ലാഗ്, അതുപോലെ തന്നെ റൗണ്ടിങ് ബോട്ടം, റൗണ്ടിങ് ടോപ്പ്, ഡയമണ്ട് പാറ്റേൺ. ഇത്രയാണ്. വീണ്ടും ഇത് അത്ര കോമൺ അല്ല, അൺകോമൺ ആണ്. ഡയമണ്ട് പാറ്റേൺ ഒക്കെ ഇപ്പോൾ ഞാൻ നമ്മുടെ VIP ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത ബ്രേക്കൗട്ട് എങ്ങോട്ടേക്കാണ് വരിക എന്നൊക്കെ സൂചിപ്പിച്ചുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം അൺകോമൺ ആണ്, വളരെ വളരെ റെയർ ആയിട്ട് ഫോം ചെയ്യുന്ന പാറ്റേൺസ് ആണ്.
റൗണ്ടിങ് ബോട്ടവും റൗണ്ടിങ് ടോപ്പും ഇവിടുത്തെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിനു ശേഷം മുകളിലേക്ക് പോകുന്ന ഒരു പാറ്റേൺ ആണ്. ഓക്കെ, അപ്പോൾ അതെല്ലാം പറയണമെന്നുണ്ടെങ്കിൽ വീണ്ടും വീഡിയോ ലെങ്ത് ആവും. നിങ്ങളുടെ ലൈക്സ് ഒക്കെ വെച്ചുകൊണ്ട് അത്ര എഫേർട്ട് ഞാൻ എടുക്കുന്നില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബാക്കിയുള്ള പാറ്റേൺ കൂടി വേണം. നിങ്ങൾ ചാർട്ടൊക്കെ നോക്കി ഇതെല്ലാം ഫോം ആവുന്നത് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതെന്താണ്, അതങ്ങനെ കണ്ടുപിടിക്കാനുള്ള ഡീറ്റെയിൽസും കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താം അടുത്ത വീഡിയോയിൽ. പക്ഷേ കുറച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. അടുത്ത വീഡിയോയിൽ നമ്മൾ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്, അടുത്തൊരു ലെവലിലേക്ക് മാറുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ ഡീറ്റെയിലിംഗ് ഒന്നും ഉണ്ടാവില്ല, ഇത്ര ഡീറ്റെയിൽ ആക്കില്ല. ഇവിടെ തന്നെ നിങ്ങൾക്ക് കോൺസെപ്റ്റ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക. ലൈക്കിൽ അത് കാണണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എൻ്റെ എഫേർട്ട് കുറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം അത് കോഴ്സോ കാര്യങ്ങളൊന്നുമല്ല, എനിക്ക് ഏണിങ്സോ കാര്യങ്ങളൊന്നും ഇല്ല. ഇതൊന്ന് ഫ്രീ ആയിട്ട് പഠിക്കേണ്ടവർക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും പഠിക്കേണ്ടവർ ലൈക്ക് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഇനി വരുന്ന വീഡിയോസ് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് വെക്കുക. എല്ലാ ട്രേഡിംഗ് റിലേറ്റഡ് ന്യൂസുകളും ഞാൻ എടുക്കുന്ന ട്രേഡുകളും ഫ്രീ ട്രേഡ് പോലും ഞാനവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോൻ്റെ ഫീഡ്ബാക്സും എടുക്കുന്ന ട്രേഡ്സും എല്ലാം തന്നെ തീർച്ചയായിട്ടും കമൻസ് ആയിട്ടും അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ മോഡറേറ്ററിനും സെൻഡ് ചെയ്യുക. അതിലൂടെ എനിക്ക് നിങ്ങളുടെ ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതും ഒന്ന് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയുടെ എൻഡ് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ കാണാം. സീ യു സൂൺ. ബൈ.